Hello everyone, welcome back. കോപ്പറേറ്റീവ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് ഇസ് കോപ്പറേറ്റീവ് യൂണിയൻസ്. നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ അറ്റ് ദ അപ്പെക്സ് ലെവൽ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഇൻ ദ മിഡിൽ ലെവൽ, then circle cooperative union at the bottom level. Let's start from the bottom level, circle cooperative union. താലൂക്ക് ലെവലിലാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓരോ താലൂക്കിലും ഓരോ CCU എന്ന നിലയിൽ. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ നോൺ ഒഫീഷ്യൽ ലീഡർഷിപ്പ് ഇൻ ദ താലൂക്ക് ഇസ് വെസ്റ്റഡ് വിത്ത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻസ്. അടുത്തതായിട്ട് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, to organize, assist and develop cooperative societies within the circle. ആ സർക്കിളിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ഓർഗനൈസ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ദെൻ ടു ക്യാരി ഓൺ പ്രൊപ്പഗൻഡ. പ്രൊപ്പഗൻഡ മീൻസ് സ്പ്രെഡിങ് ഇൻഫർമേഷൻ. കോപ്പറേറ്റീവ്സിനെ കുറിച്ച്, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുക. നമ്പർ 3, ടു സ്പ്രെഡ് എഡ്യൂക്കേഷൻ ഓൺ ദ പ്രിൻസിപ്പിൾ ആൻഡ് പ്രാക്ടീസസ് ഓഫ് കോപ്പറേഷൻ. നെക്സ്റ്റ്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ചില കാര്യങ്ങളിൽ CCUമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടി വരും. അത് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തേത്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ബൈലോ അമെൻമെൻറ്റിന് വേണ്ടിയിട്ട്. നമ്പർ 2, അമാൽഗമേഷനോ ഡിവിഷനോ നടത്താൻ. നമ്പർ 3, സൂപ്പർസെഷൻ. സൂപ്പർസെഷൻ മീൻസ് റീപ്ലേസിങ്. ഏതെങ്കിലും സൊസൈറ്റിയുടെ കമ്മിറ്റീനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ അതിനും CCUമായിട്ട് കൺസൾട്ട് ചെയ്യണം. ദെൻ സൊസൈറ്റീസ് വല്ലതും വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി CCUമായിട്ട് കൺസൾട്ട് ചെയ്യണം. നെക്സ്റ്റ് ഇസ് SCU, that is State Cooperative Union, the highest non-official cooperative movement in the state. സംസ്ഥാനത്തുള്ള എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഇതിൽ മെമ്പേഴ്സ് ആയിരിക്കും. നമ്മുടെ സംസ്ഥാനത്തെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ പേരാണ് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. It was established in 1970 and the headquarters in Trivandrum. Next, the apex body, that is National Cooperative Union of India. It is the highest non-official body of cooperative movement in India. Its headquarters in New Delhi. It is affiliated to the ICA, that is International Cooperative Alliance. Then members, എല്ലാ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻസും അതേപോലെ നാഷണൽ കോപ്പറേറ്റീവ് ഫെഡറേഷൻസും ഇതിൽ മെമ്പേഴ്സാണ്. നെക്സ്റ്റ്, ദ ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് വൺ, പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. നമ്പർ 2, സെമിനാറും കോൺഫറൻസസും ഒക്കെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന ടോപ്പിക്കിൽ നടത്തുക. നെക്സ്റ്റ്, 5 വർഷത്തിലൊരിക്കൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺഫറൻസ് നടത്തുക. നെക്സ്റ്റ്, 2 ജേർണൽസ് ഇവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ദ ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ, രണ്ടാമത്തത് ദ കോപ്പറേറ്റർ. 2020 സെക്ഷൻ എയിൽ വന്ന ക്വസ്റ്റ്യനാണ് ദ കോപ്പറേറ്റർ എന്നുള്ള ജേർണൽ ആരാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് ഇസ് ICA, ദാറ്റ് ഇസ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. ഇറ്റ് ഈസ് ദ നോൺ ഗവൺമെൻറ്റൽ ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഓഫ് ദ വേൾഡ്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 1895. The headquarters is in Geneva, Switzerland. ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റഡി മെറ്റീരിയലിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സാണ്. അതായത് ഇത് അതിനുശേഷം അവിടുന്ന് മാറി ബെൽജിയത്തുള്ള ബ്രസൽസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത്. അതേപോലെ ഇതിലെ മെമ്പർഷിപ്പ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 236 നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫ്രം 93 കൺട്രീസാണ്. സത്യത്തിൽ ഈ ഫിഗറും മാറിയിട്ടുണ്ട്. ഇപ്പോൾ 313 കൺട്രി മെമ്പേഴ്സ് ഫ്രം മോർ ദാൻ 109 കൺട്രീസാണ്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കാർ സ്റ്റഡി മെറ്റീരിയലുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് തന്നെ ഫോളോ ചെയ്യുക. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ICAയുടെ എയിം എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് എന്ന മോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡിൽ ഒരു നോൺ എക്കണോമിക് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദെൻ പീസ് ആൻഡ് ബ്രദർഹുഡ്, സമാധാനവും സാഹോദര്യവും, ഈ മൂല്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വിവിധ രാജ്യങ്ങളുടെ ഇടയിൽ ഫ്രണ്ട്ലി റിലേഷൻസ് പ്രൊമോട്ട് ചെയ്യാം. പിന്നെ ICAയുടെ അണ്ടറിൽ ഒരുപാട് റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻറ്റേഴ്സ് നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോമുലേറ്റ് ചെയ്തതും റീഫോമുലേറ്റ് ചെയ്തതും ICA ആണ്. നെക്സ്റ്റ്,
ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ICA. ഇവിടെ ICAയുടെ ഓരോ ഒബ്ജക്റ്റീവും ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. നമ്പർ 1, മെമ്പർ കൺട്രീസിൻ്റെ ഇടയിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും പ്രാക്ടീസും സ്പ്രെഡ് ചെയ്യുക. ദെൻ വിവിധ കൺട്രികളിലുള്ള മെമ്പേഴ്സിൻ്റെ കോപ്പറേറ്റീവ് എക്സ്പീരിയൻസസ് അത് ഷെയർ ചെയ്യാനുള്ള ഹെൽപ്പും ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യുക. നമ്പർ 3, ട്രേഡ് മെമ്പർ കൺട്രീസിൻ്റെ ഇടയിൽ തമ്മിലുള്ള ട്രേഡിന് അസിസ്റ്റ് ചെയ്യുക. ദെൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക. ദെൻ എക്കണോമിക് ആൻഡ് ഫ്രണ്ട്ലി റിലേഷൻ, മെമ്പർ കൺട്രീസ് തമ്മിലുള്ള എക്കണോമിക് ആൻഡ് ഫ്രണ്ട്ലി റിലേഷൻ, അതുപോലെ എല്ലാ സൊസൈറ്റീസും നാഷണലി ഇൻ്റർനാഷണലി ഉള്ള എല്ലാ സൊസൈറ്റീസും തമ്മിലുള്ള റിലേഷൻസ് പ്രൊമോട്ട് ചെയ്യുക. ദെൻ ലാസ്റ്റിംഗ് പീസിനും സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇസ് കോപ്പറേറ്റീവ് വീക്ക് ആൻഡ് ഡേ. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ആയിട്ട് ICA പറഞ്ഞിട്ടുള്ളത് എല്ലാ വർഷവും ജൂലൈയിലുള്ള ഫസ്റ്റ് സാറ്റർഡേ ആണ്. ഇന്ത്യയിൽ കോപ്പറേറ്റീവ് വീക്ക് തന്നെയാണുള്ളത്. നവംബർ 14th to നവംബർ 20th വരെയാണ് കോപ്പറേറ്റീവ് വീക്ക്. ഇത് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ അച്ചീവ്മെൻറ്റ്സും ഫെയിലിയറും ഒക്കെ അസസ് ചെയ്യാനുള്ള ഒരു ടൈമാണ്. ഈ ഒരു ടൈമിൽ പബ്ലിക് മീറ്റിങ്സും സെമിനാറും പ്രൊസഷൻസും എക്സിബിഷൻസും എല്ലാം കണ്ടക്ട് ചെയ്യാറുണ്ട് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇസ് കോപ്പറേറ്റീവ് ഫ്ലാഗ്. ICA ഡിസൈൻ ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ് ഫ്ലാഗാണ് സൈഡിൽ കാണുന്നത്. ഒരു റെയിൻബോ ഫ്ലാഗാണിത്. റെയിൻബോയിൽ പോലെ തന്നെ പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയൊക്കെ ഒരു സിമ്പിളാണിത്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, പവർ ഓഫ് എൻലൈറ്റ്മെൻറ്റ് ആൻഡ് പ്രോഗ്രസ് എന്നീ മെസ്സേജുകളൊക്കെയാണ് ഈ ഒരു ഫ്ലാഗിലൂടെ ICA ലോകത്തിന് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള 3 ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. ആക്സ്റ്റി, കേപ്പ് ആൻഡ് കിക്മ. ഫസ്റ്റ് വൺ, ആക്സ്റ്റി, that is Agricultural Cooperative Training Institute. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് 1992 തിരുവനന്തപുരത്താണ് ആക്സ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കോപ്പറേറ്റീവ് ഷോർട്ട് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും, അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ്, ഇവയിലൊക്കെയുള്ള എംപ്ലോയീസിന് ട്രെയിനിങ് പ്രോഗ്രാമും വർക്ക്ഷോപ്പും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്, ഫിനാൻസ് മാനേജ്മെൻറ്റ്, മൈക്രോ ഫിനാൻസ്, ഈ ഏരിയയിലൊക്കെയാണ് ട്രെയിനിങ് പ്രോഗ്രാം ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇതുകൂടാതെ കേരളത്തിൽ ഉള്ള എല്ലാ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലും ഉള്ള സ്റ്റാഫിന്, വേരിയസ് കാറ്റഗറീസിലുള്ള സ്റ്റാഫിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമും ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് കേപ്പ്, ദാറ്റ് ഇസ് കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രൊഫഷണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് എഞ്ചിനീയറിംഗ് കോളേജ്, നഴ്സിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, ഇങ്ങനെയുള്ള പ്രൊഫഷണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് കേപ്പ്. കേരള ഗവൺമെൻറ്റിൻ്റെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റാണ് കേപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ചെയർമാൻ ചീഫ് മിനിസ്റ്ററാണ്. കേപ്പിൻ്റെ അണ്ടറിൽ 7 എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. തലശ്ശേരിയിലടക്കം 7 എഞ്ചിനീയറിംഗ് കോളേജുകൾ. അപ്പാർട്ട് ഫ്രം ദാറ്റ് 1 മെഡിക്കൽ കോളേജ്, 1 നഴ്സിംഗ് കോളേജ്, 1 നഴ്സിംഗ് സ്കൂൾ, 1 മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് 1 ഫിനിഷിംഗ് സ്കൂൾ ആൻഡ് എ ഹോസ്പിറ്റൽ അറ്റ് പുന്നപ്ര. നെക്സ്റ്റ് ഇസ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. തിരുവനന്തപുരം നെയ്യാർ ഡാമിൻ്റെ പരിസരത്ത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടീച്ചിങ്, ട്രെയിനിങ്, കൺസൾട്ടൻസി ആൻഡ് റിസർച്ച് ഇൻ വാരിയസ് ഇൻ്റർ റിലേറ്റഡ് ഫീൽഡ്സ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് കോപ്പറേഷൻ. അപ്പോൾ ഇതോടെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ ഇന്ത്യ എന്നുള്ള ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിലാദ്യം നമ്മൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു, പിന്നെ സ്ട്രക്ചർ പറഞ്ഞു, 4 ടയർ സ്ട്രക്ചറാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് NCCT, ICM അതിനെപ്പറ്റി പറഞ്ഞു. പിന്നെ കോപ്പറേറ്റീവ് യൂണിയൻസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇൻ്റർനാഷണൽ ഫെഡറേഷനായ ICAൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞു. അതിനുശേഷം കേരളത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ചും പഠിച്ചു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.